തകർന്നു വീഴാറായ കാലപ്പഴക്കം ചെന്ന നിരവധി കെട്ടിടങ്ങളാണ് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊടകരയിൽ ഒരു പഴയ കെട്ടിടം തകർന്നു വീണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചത് നമ്മുടെ കൺമുന്നിൽ ഉള്ളതാണ്. ഇത് കൊടകരയിലെ മാത്രം അവസ്ഥയല്ല, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുണ്ട്. ഇവിടെയെല്ലാം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലാണ്. സ്വരാജ് റൗണ്ടിലെ ഒരു തകർന്നു വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ പ്രേക്ഷകർക്കായി കാണിക്കാം. ഇതാണ് ആ ദൃശ്യം. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നു വീണ ആ കെട്ടിടമാണ്. അതീവ ഗുരുതരാവസ്ഥയിലായി കാലപ്പഴക്കം ചെന്ന കെട്ടിടമായിരുന്നു. ഇതുപോലെ നിരവധി കെട്ടിടങ്ങൾ ഇപ്പോഴും സ്വരാജ് റൗണ്ടിലുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഈ തകർന്നു വീണ കെട്ടിടങ്ങൾ എന്തുകൊണ്ട് പൊളിച്ചു നീക്കുന്നില്ല? ഇവിടെ ഇപ്പോഴും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടെ 146-ൽ പരം കെട്ടിടങ്ങൾ അതീവ അപകടാവസ്ഥയിലാണെന്ന് കോർപ്പറേഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ കെട്ടിടങ്ങളിൽ, ഇത് കോർപ്പറേഷനിലെ മാത്രം അവസ്ഥയല്ല, ജില്ലയുടെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള കെട്ടിടങ്ങൾ ഇതുപോലെ തകർച്ചാ ഭീഷണി നേരിടുന്നുണ്ട്. അപകടാവസ്ഥയിലുള്ള ഈ കെട്ടിടങ്ങളിൽ നിരവധി പേർ തൊഴിലെടുക്കുന്നുമുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിലെ പരിധിയിലുള്ള ആ പഴയ കെട്ടിടങ്ങൾ മുൻനിർത്തി TCV അന്വേഷിക്കുകയാണ്. തൃശ്ശൂർ നഗരത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ എണ്ണം 140-ന് മുകളിലാണ്. ഓരോ കാലവർഷത്തിലും പഴയ കെട്ടിടങ്ങൾ നിലംപതിച്ചുണ്ടാവുന്ന അപകടങ്ങളും നിരവധിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയും കോർപ്പറേഷനും സംയുക്തമായി പരിശോധന നടത്തി പഴയ കെട്ടിടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ കഴിഞ്ഞ ഭരണസമിതി തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണസമിതി തൃശ്ശൂർ നഗരത്തിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷേ അത് മുന്നോട്ട് പോവുകയുണ്ടായില്ല. അത് സംബന്ധിച്ച് കഴിഞ്ഞ ഭരണസമിതിയുടെ മേയർ MK വർഗീസ് തന്നെ നമ്മളോട് പറയും. വലിയ അപകടാവസ്ഥ മുന്നിൽ നിൽക്കുകയായിരുന്നു. വലിയ അപകടം തൊട്ട് കഴിഞ്ഞ വർഷം കഴിയുകയും ചെയ്തു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒട്ടും മുന്നോട്ട് പോവുകയുണ്ടായില്ല. എന്താണ് സംഭവിച്ചത്? നമ്മളെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ. തൃശ്ശൂർ റൗണ്ട് വളരെ കാലപ്പഴക്കമുള്ളതാണ്. അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിലുള്ള കെട്ടിടങ്ങളാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു മിനുക്കുപണിയുമ്പോൾ നിലനിന്ന് പോകും. ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ 144ഓളം ബിൽഡിങ്ങുകൾ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നാളെ ഇതുവരെ ഒരു തരത്തിലുള്ള റിപ്പോർട്ടിന് പകരം അതിൻ്റെ ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടുന്ന് കിട്ടേണ്ടത്? അത് കളക്ടറാണ് നടപടി എടുക്കേണ്ടത്. അതനുസരിച്ച് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ കളക്ടർക്ക് ബോധ്യപ്പെടുത്തി കത്ത് കൊടുത്തു. ഇത്ര ബിൽഡിങ്ങുകളൊക്കെ വളരെ അപകടാവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ അതിന് നടപടി എടുക്കാൻ വേണ്ടി കളക്ടർ ഓർഡർ ഇട്ടാൽ അടിയന്തരമായി തന്നെ നമ്മുടെ കോർപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് നടപടി സ്വീകരിക്കും. ഈ കാരണത്താലാണോ കഴിഞ്ഞ ഭരണസമിതിക്ക് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ സാധിക്കാതിരുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തെ കെട്ടിടങ്ങൾ അതിന് ഈ പറയുന്ന പോലെ തന്നെ അതിനൊരു നടപടിക്രമമുണ്ട്. ഇപ്പം അന്ന് ഇടപെട്ടിട്ട് 5 വർഷക്കാലവും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് കത്ത് പല പ്രാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് പിന്നെ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കളക്ടറുടെ ഉത്തരവ് വരണം. കാരണം കഴിഞ്ഞ മഴക്കാലത്ത് നമുക്കറിയാം മനോരമയുടെ ഒരു കെട്ടിടം വന്ന് തറപ്പറ്റി വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു സമയത്ത് വളരെ അടിയന്തരമായി കോർപ്പറേഷൻ ഓർഡർ ഇട്ട് ഇത്ര ദിവസത്തിനുള്ള സ്റ്റെബിലിറ്റി ഇല്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കും, അതുകൊണ്ട് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ആ സർട്ടിഫിക്കറ്റ് അവർ നേരെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അവർ കുറേ പേര് കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ പേര് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കടലാസ് കൊടുത്തതിന് ശേഷം ഞങ്ങളൊക്കെ പോന്നു. പിന്നെ അതിനനുസരിച്ച് പുതിയ കോർപ്പറേഷനും അതുപോലെ തന്നെ കളക്ടറും അത് നടപടി എടുക്കേണ്ടതാണ്. തീർച്ചയായും ആ നടപടിയിലേക്ക് പോകട്ടെ. ചില സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പേരിലാണ് വളരെ അപകടാവസ്ഥയിലുള്ള പല കെട്ടിടങ്ങളും തൃശ്ശൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപകടമുണ്ടാകുമ്പോൾ വിലപിക്കുന്നതിനപ്പുറം ഇപ്പോൾ തന്നെ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത്തരം ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ.